സ്വോത്രമൊന്നും പറഞ്ഞാലൊന്നും ഇന്ന് പലർക്കും ശുദ്ധീകരണമൊന്നും വരില്ല. ഈ ശുദ്ധീകരണം മനസ്സിൽ നിന്ന് വരണതല്ല, ശുദ്ധീകരണം ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഹൃദയത്തിൽ ശുദ്ധമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് ശുദ്ധീകരണം വരേണ്ടത്. ദൈവം ഓർത്തിരിക്കുന്നു. എൻ്റെ പൊന്നുമക്കളെ, സഖരിയാവേ, നിന്നെപ്പോലെ ഈ ഭൂമിയിൽ ദൈവം ഓർത്തത് ആരും കാണത്തില്ലടാ. ഞാൻ പറയാണ്, വിജയരാജ് പാസ്റ്ററെക്കാലും സെൽവൻ പാസ്റ്ററെക്കാലും നിങ്ങൾ ആരെക്കാലുമൊക്കെ എൻ്റെ യേശുപ്പൻ കൂടുതൽ ഓർത്തത്, കൂടുതൽ ജ്ഞാപകത്തിൽ നിனைവിൽ വെച്ച ഒരു ദൈവദാസൻ ശെഖര്യാവാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പറയാൻ. കാരണം എന്തെന്നറിയാമോ? ഇതുപോലെ ഒരു ദിവസം പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ പ്രസംഗം കേട്ടോണ്ടിരുന്നവർ കല്ലെറിഞ്ഞ് അങ്ങേരെ കൊന്നു. അങ്ങേര് ബലിപീഠത്തിൽ രക്തം ചിന്തി മരിച്ച ആളാണ്. മനസ്സിലായോ പറഞ്ഞത്? പ്രസംഗിക്കുന്ന സമയത്ത് ബലിപീഠത്തിൽ പ്രസംഗം കേട്ടോണ്ടിരുന്നവർ കല്ലെറിഞ്ഞു, രക്തം ചൊരിഞ്ഞ് അങ്ങേര് മരിച്ചു. ഈ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടേ ഇല്ലേ? വായിര് 23:35 മത്തായി സുവിശേഷം, സഖര്യാവ് 1-ാമത്തെ അധ്യായത്തിലെ 7-ാം വാക്യം. ഈ 2 വാക്യം വായിക്കുമ്പോൾ ഈ സഖര്യാവ് എങ്ങനെ മരിച്ചു എന്ന് നാം അറിയേണ്ടതുണ്ട്. സഖര്യാവിൻ്റെ മരണം അത്രയ്ക്ക് ക്രൂരമായ ഒരു മരണമായിരുന്നു. 23:35 മത്തേയു. ആ ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ ആദ്യത്തെ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും സ്വന്തം സഹോദരൻ്റെ അടിയേറ്റു മരിച്ച ഹാബേലിൻ്റെ രക്തം. ആമേ. രണ്ടാമത് പഴയ നിയമത്തിൽ അവസാനത്തെ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ വേദപുസ്തകം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രസംഗം കേട്ടോണ്ടിരുന്നവർ കല്ലെറിഞ്ഞു. ദൈവാലയത്തിൻ്റെ മന്ദിരം, ബലിപീഠം, ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ബലിപീഠം, അത് മന്ദിരം, ഇത് ബലിപീഠം. പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ പ്രസംഗം കേട്ടവർ അടിച്ചു കൊന്ന സ്ഥലം ബലിപീഠം. ബലിപീഠത്തിൽ ശെഖര്യാവിന്റെ രക്തം ഇന്നും ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സഭകളിൽ ദൈവദാസന്മാരെ ആക്രമിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അടിച്ചു തൂപ്പറത്തി വരട്ടുന്ന ഒരുപാട് സഭകളിൽ അടിയേറ്റ് രക്തം ചൊരിഞ്ഞ് വേദപുസ്തകം എടുത്തോണ്ട് കരഞ്ഞോണ്ടിറങ്ങിയ ദൈവദാസന്മാരെ. ഞാനൊരു കാര്യം പറയാം, വെണ്ടലിയോടിലുള്ളവർക്കൊന്നും ഈ ദുർസ്വഭാവം ഇല്ലാത്തതിനായി സ്തോത്രം. നിങ്ങൾ ഇതുവരെ കേട്ടിട്ട് പോലും കാണത്തില്ല ഈ കഥ. ഞാൻ വാസ്തവത്തിൽ പ്രിപ്പറേഷൻ ചെയ്ത് പ്രസംഗിക്കുന്ന ആളല്ല. എങ്ങ് പോയാലും കൺവെൻഷനോ കാത്തിരിപ്പോ മുഴുരാത്രിയോ പാർസേഡ്സ് യോഗമോ കൗൺസിലിംഗ് മീറ്റിങ്ങോ വിവാഹ ശുശ്രൂഷയോ ഒന്നിലും ഞാൻ പ്രിപ്പറേഷൻ ചെയ്തതൊന്നും പ്രസംഗിക്കില്ല. ഒത്തിരി ബൈബിൾ ധ്യാനിക്കും. കുറഞ്ഞത് 5-6 അധ്യായങ്ങൾ ഒരു ദിവസം ഞാൻ ധ്യാനിക്കും. 2-3 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് പ്രാർത്ഥനയും വചനധ്യാനവുമാണ് ഭയങ്കര ഇഷ്ടം. വെളുപ്പാൻ രാവിലെ ഞാൻ ബൈബിൾ ധ്യാനിക്കാതെ ചായ പോലും കുടിക്കുകയില്ല. എനിക്ക് ഇഷ്ടാനുസരിച്ച് കുറേ വേദഭാഗം വായിച്ച് ധ്യാനിക്കും വരെയും ചായ തണുത്ത് പാട കെട്ടി അങ്ങ് ഇരിക്കും. ചിലപ്പോൾ ഈച്ചയും കൊതുവും ഒക്കെ അതിൽ കിടക്കും. എൻ്റെ ഭാര്യ സങ്കടത്തോട് വന്ന് ചായ എടുത്തോണ്ട് ചിലപ്പോൾ പോയിട്ട് വേറെ ചായ ഇട്ട് തരും. പണ്ടേ അങ്ങനെയായിരുന്നു ശീലം. ബൈബിൾ നമ്മുടെ ആയുധമാണ്. സ്നേഹത്തിൻതൂത് അതിലുണ്ട്. ഒന്നേ ഉള്ളൂ, രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ. വേദപുസ്തകമാണ് എൻ്റെ ഔഷധം. ഞാൻ 3 പ്രാവശ്യം കൊറോണ രോഗം പിടിച്ച് ചാകാൻ കിടന്നപ്പോഴും 2 പ്രാവശ്യം ഞാൻ ഹാർട്ടിന് അറ്റാക്ക് വന്ന് വെന്റിലേറ്ററിൽ കിടന്നപ്പോഴും 5 ക്രിട്ടിക്കൽ സ്റ്റേജ് താണ്ടി വന്ന ഞാനാണ്. എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ എൻ്റെ മകനെ വിളിച്ച് പറഞ്ഞെന്ന്, ഇങ്ങേരെ കൊണ്ട് ഇനി പ്രസംഗിക്കരുതെന്ന് പറയണോ, പ്രത്യേകിച്ച് മൈക്കിൽ പ്രസംഗിക്കരുതെന്ന് പറയണോ, ഇരുന്ന് കൊണ്ട് 5 മിനിറ്റ് മൈക്കില്ലാതെ ശരീരസുഖം ഉണ്ടെങ്കിൽ പ്രസംഗിക്കാൻ പറയണോ, വണ്ടി ഓട്ടരുതെന്ന് പറയണോ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് പറയണോ. എൻ്റെ പൊന്നിച്ച 7-8 വർഷമായി ഈ സംഭവമൊക്കെ നടന്ന് കർത്താവിൻ്റെ കൃപയിൽ എന്നെ ദൈവം ആരോഗ്യവും സുഖവും ഓരോ ദിവസവും തന്നെ നടത്തുന്നത് ദൈവവചനത്തിലാണ്. ഈ വചനത്തിൽ ആരോഗ്യമുണ്ട്, ഈ വചനത്തിൽ രോഗസൗഖ്യമുണ്ട്, ഈ വചനത്തിൽ ജീവനുണ്ട്, ഈ വചനത്തിൽ ആത്മരക്ഷയുണ്ട്, ഈ വചനത്തിൽ സമാധാനമുണ്ട്, ഈ വചനത്തിൽ ഐശ്വര്യമുണ്ട്, ഈ വചനത്തിൽ നന്മയുണ്ട്, ഈ വചനത്തിൽ ഉയർച്ചയുണ്ട്. ഈ വചനത്തിൽ ഇല്ലാത്തതൊന്നും ഈ ലോകത്തിൽ ഇല്ല
ഇല്ല ഇല്ല ഇല്ല. ഹല്ലേലൂയ. ഓ, പ്രവചനം, ഏറ്റവും കറക്റ്റ് പ്രവചനം എന്ന് പറയുന്നത് ഈ വചനമാണ്. ഞാനൊരു പ്രവാചകൻ കൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ പ്രവചനമൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹീലിംഗ് മിനിസ്ട്രിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. 10ലധികം കുടുംബങ്ങൾ മക്കളില്ലാതെ വന്ന് പ്രാർത്ഥിച്ച് മക്കൾ കിട്ടിയവരൊക്കെ എൻ്റെ സഭയിലുണ്ട്. അതൊരു ശുശ്രൂഷയുടെ ഭാഗമാണ്. ആത്മഹത്യക്ക് ഓടിയവരും തൂങ്ങിയവരൊക്കെ ഇപ്പോൾ സുഖമായി ജീവിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇപ്പോഴും നടന്ന 21 ദിവസം പ്രാർത്ഥനയിൽ 4 പേര് തൂങ്ങാൻ പോയവർ തൂങ്ങാതെ ദൈവം അവിടെ നിന്ന് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടിട്ട് തന്നു. ദൈവത്തിന് സ്തോത്രം. 4 പേര് 21 ദിവസം പ്രാർത്ഥനയിൽ. അതൊക്കെ ശുശ്രൂഷകളുടെ ഒരു ഭാഗമാണ്. ഇതിലൊന്നും ഞാൻ പുകഴുന്നില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇനി എത്ര ആയുസ് ദൈവം വച്ചിട്ടുണ്ട് എനിക്കറിയാം. മിനിസ്ട്രി തീർന്നെങ്കിൽ ഞാൻ അന്നേ തീർന്നേനെ. മിനിസ്ട്രി തീരാത്തത് കൊണ്ട് ഈ 46 ഒരു 4 കൂടിയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിലും കൂടുതൽ പോകും. എൻ്റെ ഇളയ മകൾക്ക് 2ാമത്തെ കുട്ടിയെയും ദൈവം കൊടുത്തെങ്കിൽ ആ കുട്ടിയുടെ ഒരു കല്യാണം കൂടി എനിക്ക് കാണണം. മകൻ്റെ 2ാമത്തെ കുട്ടിയെയും ആമേത്തോത്രം മൂത്ത കുട്ടിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. 2ാമത്തെ മോളുടെ കുട്ടിക്കും അങ്ങനെയായിരുന്നു. മോളുടെ ആദ്യത്തെ കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് ഞാൻ വെന്റിലേറ്ററിലാണ്. ഓർമ്മ വന്നപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു കുഞ്ഞ് ജനിച്ചെന്ന്. അപ്പം ഞാൻ ചത്തിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുമോ? അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ നല്ല എതിർകാലത്തെയും ഞാൻ കാണാം. അതങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം. അതിലും വലുത് ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഒരു നല്ല പ്രാർത്ഥനാലയം പണിയണം. അതിനകത്തൊരു 500 പേരെ കൊണ്ടുവരണം. ഒരു തോത്രം പറ. കുറേ പേരെ കൂടെ സ്നാനപ്പെടുത്തണം. കുറേ പേരുടെ ബന്ധനമൊക്കെ അഴിക്കണം. കുറേ പേരുടെ കെട്ടുകളെ പൊട്ടിക്കണം. കുറേ പേർക്ക് ആത്മാഭിഷേകമൊക്കെ പകരണം. കുറേ പേരെ സുവിശേഷകന്മാരായി മാറ്റണം. കുറേ പേരെ നല്ലവരാക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് കോടീശ്വരനാകണമെന്നോ ലക്ഷാധിപതി ആകണമെന്നോ എനിക്ക് വലിയ ഹെലികോപ്റ്ററിൽ പറക്കണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. പറക്കാൻ ദൈവം അനുവദിച്ച സമയമൊക്കെ പോയിട്ടുണ്ട്. ഇനിയും പോകും. അത് 2ാമത്തെ കാര്യം. പക്ഷേ ഈ 1ാമത്തെ കാര്യം നമ്മൾ നല്ലവരാകണം. എല്ലാവരും പറ. നമ്മളെ ആരാകണം? നല്ലവരാകണം. ഇനി ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരാം. നിങ്ങൾ നന്നാവും. പറ. ഉച്ചിയിൽ കൈവൈ. ഞാൻ നന്നാവും. പാസ്റ്റർമാരും പറയും എൻ്റെ മക്കളെ ഞാൻ നന്നാവും. തോത്തരം. നമ്മൾ നന്നാവുമെന്ന്. നമ്മളോട് ആരെങ്കിലും നന്നാവൂലേ? തിരുവനന്തപുരം ഈസ്റ്റ് പോർട്ടാ വീട്, കഴക്കൂട്ടം. ഇപ്പം ശുദ്ധ മലയാളിയാണല്ലോ. ബൈബിളുണ്ടോ? മലയാളം ബൈബിള് വീട്ടിലിരിക്കട്ടെ. അത് തന്നെ, അത് വീട്ടിലിരിക്കട്ടെ. വേദവസം വീട്ടിലിരിക്കട്ടെ. ഭൂതവും പ്രേതവും വരാതിരിക്കുമല്ലോ. വീട്ടിലിരിക്കട്ടെ. എവിടെ ചെന്നാലും ഈ ഡ്യൂട്ടിയെക്കാളും വലിയ ഡ്യൂട്ടിയാണ് ഏത്? ഞാൻ ജോസിനോട് പറയാം, ഇനി എവിടെ പോയാലും 10 മിനിറ്റ് പ്രസംഗിച്ചിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ. അതുകൊണ്ട് വേദവസ്തവം ഇല്ലാതെ, ആയുധമില്ലാതെ അടലാടുന്നത് എങ്ങനെ? എല്ലാവരും എന്നോട് സഹകരിക്കണം. അങ്ങനെ ദൈവം ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കണം മക്കളെ. ഈ മോശയെക്കാളും അബ്രഹാമിനെക്കാളും യോശുവയെക്കാളും എലിയാവിനെക്കാളും എലീശയെക്കാളും ജോസഫിനെക്കാളും ദാനിയേലിനെക്കാളും പൗലോസിനെക്കാളും പത്രോസിനെക്കാളും യോഹന്നാനെക്കാളും യാക്കോബിനെക്കാളും ഒത്തിരി ദൈവം ഓർത്ത ഒരു മനുഷ്യനാണ്. പ്രസംഗം കേട്ടവരെ അടിച്ചു കൊല്ലുക എന്ന് പറയുന്നത് ഇക്കാലത്തല്ല, അന്നേ ഉണ്ടായിരുന്നു. ചുമ്മാള ഇന്നും പാസ്റ്റർമാർക്കും ജനത്തിനും തമ്മിൽ ഒരു യോജിപ്പ് വരാത്ത, പ്രസംഗം കടിച്ചാ പൊട്ടാത്ത വാക്കൊന്നുമല്ല. പ്രസംഗം ജീവനുള്ള വാക്കാണ്. അത് ഉൾക്കൊള്ളുവാൻ ആളില്ല. വികടത കാണിക്കുക, അതിനെ അവഗണിക്കുക, അതിന് ഒമറ്റ് ചെയ്യുക, കേൾക്കുന്ന വചനം ഉള്ളിൽ സംഗ്രഹിക്കാതെ ഛർദ്ദിക്കുക. ഇതാണ് പറ്റിയ കുഴപ്പം. അന്നും ഇന്നും എന്നും ഉണ്ട്, നാളെയും ചിലപ്പോൾ ഉണ്ടായില്ലെന്നില്ല. ഇവിടുത്തെ ആളുകൾക്ക് ഫുൾ ഗോസ്പൽക്കാർക്ക് പൂരണ ബന്ധക്കോസ്. നമ്മൾ ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞങ്ങ് വിടും. അതിൻ്റെ അർത്ഥം പറയണം. എന്തോന്ന്? പൂരണ ബന്ധക്കോസ്. ഞാൻ പറയാം പെർഫെക്റ്റ് ബന്ധക്കോസ്. പെർഫെക്റ്റ് ബന്ധക്കോസ് സഭ ഏതെന്ന് ചോദിച്ചാൽ സെൽവിൻ പാസ്റ്ററുടെ ചർച്ച്. ഈ പൂരണ എന്നൊക്കെ പറയുന്നതിനേക്കാളും പെർഫെക്റ്റ് എന്ന് പറയണോ? ഈ പെർഫെക്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് കറക്റ്റ് അർത്ഥം പരിപൂർണം എന്നാണ്. പരിപൂരണ. നമ്മൾ പെർഫെക്റ്റ് ആണ്, ഒരു പെർഫെക്റ്റും അല്ല, വേറും എന്തോന്ന് പറയാൻ. അത്രയ്ക്ക് യേശുപ്പം പറഞ്ഞു 1 മണിക്കൂറെങ്കിലും. എവിടെ 3 മിനിറ്റ് പ്രാർത്ഥിക്കൂലല്ലോ. കട്ടിലിൽ കയറി ഇരുന്നു കൊണ്ട് കർത്താവേ എല്ലാം നീ അറിയുന്നു, ഞാനിതാ മലക്കുന്നു.
കട്ടിലിൻ്റെ മേളിൽ കയറിയിരുന്ന് വയറ് നിറച്ച് ചോറും കഴിച്ച് അവസാനം കട്ടൻ ചായയും കുടിച്ച് കപ്പലണ്ടിയും ചവച്ച് അങ്ങേര് പോലും കഴുകാതെ 3 സ്തോത്രം പറഞ്ഞിട്ട് കർത്താവേ ഏമ്പൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ട് ഇതാ എല്ലാം നീ അറിയുന്നു, ഞാൻ ഇതാ മലരുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ ഒതുങ്ങിക്കഴിയുക. ഇന്നോ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് ഇവിടെയും നിങ്ങളോടും പറയാം, യൂറോപ്യൻ ക്ലോസറ്റിൽ പോകാതെ ഇന്ത്യൻ ക്ലോസറ്റിൽ നിങ്ങൾ ടോയ്ലറ്റിലും പോയി നിങ്ങൾ ഇതുപോലെ ഇരിക്കുക മാത്രമല്ല കാല് ബാക്കിലോട്ട് വായിക്ക് മുട്ടുമേലിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വേഗം നന്നാവും. 3 വയസ്സായ പിള്ളേർക്ക് പോലും കാല് മടക്കി കീഴെ സാധാരണ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ വയ്യ. ആ പിള്ളേർ ഇപ്പോഴേ ഇരുന്ന് പഠിക്കുന്നത് മറ്റവന്റെ ക്ലോസറ്റിലാണ്. മുട്ടുമേലൊന്നും ഇരുന്ന് ഇപ്പം ആർക്കും പ്രാർത്ഥിക്കാൻ വയ്യ. ഇവിടെ ഇത്രയും പേരെങ്കിലും തറയിൽ ഇരിക്കുന്നത് കൊണ്ട് വളരെ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ഇത്രയും പേരെങ്കിലും തറയിലിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പോയാൽ 3ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരുൾപ്പെടെ അസൈനിലാണ്. എനിക്ക് ഭയങ്കര അസൂയ തോന്നുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ആത്മീയ കൂട്ടായ്മകൾക്കുള്ള ഉത്സാഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദൈവം നിങ്ങളെ ഓർക്കണമെങ്കിൽ നിങ്ങൾ മുഴങ്കാലിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി വിധേയപ്പെടുത്തണം. കൊച്ചു തേരി ഇത് ചെറിയ തേരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി കൂടി വലിയ തേരിയായാൽ നിങ്ങൾ കയറി വരുമോ പാസ്റ്റർ ഇവര്? അപ്പം തന്നെ ഇപ്പോഴേ കാറ് കൂടി ഇതിനകത്ത് വരത്തക്ക റോഡായിരുന്നിരുന്നെങ്കിൽ സത്യമായിട്ട് നിങ്ങളെല്ലാവരും ആ പിള്ളേർക്ക് പോലും ഓരോ സ്കൂട്ടിയും എടുത്ത് കൊടുത്ത് എല്ലാവരും വണ്ടിയിൽ തന്നെ വന്നേനെ. ഈ ചെറിയ റോഡ് ആയതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കാതെ ഇത് ദൈവം അനുവദിച്ചതാണ്. അതുകൊണ്ട് ഈ അടുത്ത കാലത്തിലൊന്നും വീതി കൂടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വീതി കൂടുമ്പം കൂടിക്കോട്ടെ, ഉള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു ദൂത്, നിങ്ങൾ ദൈവസന്നിധിയിൽ എല്ലാ കഷ്ടവും സഹിക്കുന്നവരായി തീരണം. ദൈവം ഓർത്ത ഒരു മനുഷ്യനാണ്. സഖരിയാവ് 1:7 വായിച്ചാലും അദ്ദേഹം ആരെന്ന് അവിടെ പറയുന്നു? വൈരി ആ ആ ആ പെരഹിയാവിൻ കുമാരനാകിയ സഖരിയാവുക്കുണ്ടാനത്. മതി, കേൾക്കണം മക്കളെ. അപ്പം സഖരിയാവ് എന്ന് പറയുന്ന വേദപുസ്തകത്തിൽ ഒരു 7ഓളം വ്യക്തികളുണ്ട്. എല്ലാവരെയും നമ്മൾ ഈ ലിസ്റ്റിൽ കാണരുത്. 7ഓളം, ഏകദേശം 7 പേരോളം സഖരിയാമാരുണ്ട് ബൈബിളിൽ. ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് വായിക്കണം. പാസ്റ്റർ അടുത്ത് ചോദിച്ചാൽ മതി, റെഫറൻസൊക്കെ തരും, നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതിൽ എലിസബത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് സഖരിയാവ്. ആ സഖരിയാവല്ല ഈ സഖരിയാവ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സഖരിയാവ് എന്നുള്ള പേര് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ നമ്മുടെ സഭയിൽ? ഇല്ലേ? അയ്യോ, വലിയ കുഴപ്പമായിപ്പോയില്ല. ഞങ്ങളുടെ നാട്ടിൽ കെപ്പിരിയേൽ എന്നുള്ള ആളിൻ്റെ പേരുണ്ട്, സഖരിയാവ് എന്ന പേരുണ്ട്, മിഗായേലുണ്ട്. ഇവരൊക്കെ വലിയ കിടില ആളുകളാണ്. നന്നായിരിക്കട്ടെ. മിഗായേലെ പോലെ ഇരിക്കുക, സഖരിയാവിനെ പോലെ ഇരിക്കുക, ഗബ്രിയേലിനെ പോലെ ഇരിക്കുക. ഈ എലിസബത്തിൻ്റെ ആളിൻ്റെ പേരും സഖരിയാവ് എന്നാണ്. അങ്ങേരെ ഇങ്ങനെയൊന്നും കൊന്നില്ല. അങ്ങേര് നല്ല വയസ്സ് ചെന്ന് സൂപ്പറായിട്ട് ചെറുക്കൻ ജനിക്കാറായപ്പോൾ അവൻ്റെ 2-3 കുറച്ച് ദിവസത്തേക്ക് അവന് സംസാരിക്കാൻ പറ്റാതെ ആയത് അങ്ങനെ ഒരു റീമാർക്കേ ഉള്ളൂ. അവൻ ജനിച്ച് അവൻ ഇച്ചിരി ആണായിട്ട് ചെറുക്കൻ കരയേറാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ പേര് യോഹന്നാൻ എന്ന് പറഞ്ഞ ഉടനെ ഈ മൂപ്പര വായും എന്ത് ചെയ്തു? ബന്ധന കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 7 സഖരിയമാരിൽ ഏറ്റവും ദൈവം ഓർത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് ബെരേഖിയാവിൻ്റെ മകനായ സഖരിയാവ്. ഈ സഖരിയാവിനെയാണ് ആളുകൾ കൊന്നത്. ഒരിക്കലും ഇഷ്ടമല്ല, എൻ്റെ ദൈവത്തിനും ഇഷ്ടമല്ല. ഞാൻ വളരെ അതിനെ പകയ്ക്കുകയാണ്. ദൈവദാസനോട് ഇത്ര മോശമായി പെരുമാറിയ ഒരു കാലമായിരുന്നു പ്രവാചകന്മാരുടെ കാലം. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവ് ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങളോട് പറയുന്ന 9-ാമത്തെ അധ്യായം 12-ാം വാക്യം, ദൈവം ഓർത്ത സഖരിയാവ് തന്നെ അനുകരിക്കുന്ന തൻ്റെ പിൻഗാമികളായ ദൈവവിശ്വാസികളോട് പറയുന്ന ഒരു ദൂത്, പ്രത്യാശയുള്ള ഭക്തന്മാരെ, നിങ്ങൾ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ, യഹോവയായ ദൈവം നിങ്ങൾക്ക് ഇരട്ടിയായി പകരം തരും. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ.
സ്തോത്രം. ഇരട്ടിയായുള്ള പകരം ഒന്നാമത്തെ മീറ്റിങ്ങിൽ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങൾ പ്രത്യാശയുള്ള ഭക്തന്മാരാണോ, നമ്പിക്കയുള്ള കെട്ടപ്പെട്ടവരാണോ? നിങ്ങൾ കെട്ടപ്പെട്ടവരാണെങ്കിലോ, നിങ്ങൾ സിറയിൽ വയ്ക്കപ്പെട്ടവരാണെങ്കിലോ, നിങ്ങൾ ബന്ധനസ്ഥരാണെങ്കിലോ, നിങ്ങൾ നമ്പിക്കയുള്ളവരാണെങ്കിൽ, നിങ്ങൾ പ്രത്യാശയുള്ളവരാണെങ്കിൽ, ഫുൾ ഗോസ്പൽ ചർച്ചിലേക്ക് വന്നവരെ ആരെയും ദൈവം സീറോ ആയിട്ട് പറഞ്ഞയക്കത്തില്ല. പകരം തന്ന് നിങ്ങളെ ദൈവം പറഞ്ഞയക്കുക. 7 ദിവസത്തെ മീറ്റിംഗ് മുടങ്ങാതെ ഒന്ന് പങ്കെടുത്ത് നോക്ക്. കാലത്ത് സാധാരണ 31 അധ്യായം നീതിമൊഴികൾ സദൃശവാക്യങ്ങളുടെ പുസ്തകം 31 അധ്യായം സഹോദരന്മാരെല്ലാവരും കേട്ടോണ്ടിരിക്കണോ? അതിരാവിലെ എഴുന്നേൽക്കുന്ന പെണ്ണുങ്ങളായിരിക്കണം നിങ്ങൾ. എല്ലാ അമ്മമാരും, എല്ലാ ഭാര്യമാരും, എല്ലാ പെൺകുട്ടികളും രാവിലെ എന്നല്ല അധികാലത്ത് എഴുന്നേൽക്കണം. അധികാലത്തെന്ന് പറഞ്ഞാൽ എത്ര മണിക്കായിരിക്കും? 5 മണി. 5 മണിക്ക് മതിയോ? മാക്സിമം 5 മണിക്ക് മുമ്പേ നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഞാൻ പറയാം, 5 മണിക്ക് ശേഷം എഴുന്നേൽക്കുന്നവരാരും പെണ്ണല്ല. കാരണം ബൈബിളിൽ പെണ്ണുങ്ങളായാൽ എത്ര മണിക്ക് എണീക്കണം? അധികാലത്ത്. എല്ലാവരും ഞാൻ ഇന്നും 4 മണിക്ക് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പാടിയ ഒരു മലയാള പാട്ട്, പ്രഭാത ഉണരുക നീയൻ ആത്മാവേ, ചേരുക യേശുവിനരുകിൽ നീ, തുണയവനല്ല താരുള്ളൂ, ഏഴകൾ നമ്മെ പാലിപ്പാൻ. നിങ്ങൾക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഇന്ന് 4 മണിക്ക് ഞാൻ എണീറ്റ് പാടിയത് സോറി പാസ്റ്റർമാരെ. ഇന്ന് പാസ്റ്റർമാർക്കൊന്നും നിങ്ങളെയല്ല, അവിടുത്തെ പാസ്റ്റർമാരൊന്നും രാവിലെ എഴുന്നേറ്റ് അധികാലത്ത് പാട്ടൊന്നും പാടാറുമില്ല. ഒരു സഭകളിലും പ്രഭാത അധികാലത്തുള്ള പ്രാർത്ഥനകളൊന്നും ഇല്ല. പക്ഷെ തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും, വെണ്ടലികോട്ടിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പെണ്ണായ നിന്നെ, അധികാലത്ത് എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുന്ന നിന്നെ ഒരു വ്യാപാര കപ്പലാക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. അധികാലത്ത് നീ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്കൊക്കെ ആഹാരം ചെയ്യണോ? ചില പെമ്പിള്ളാര് 5 മണിക്ക് എണീക്കത്തില്ല, 6 മണിക്ക് എണീക്കത്തില്ല. ഈയിടയ്ക്ക് ഒരു അമ്മാവിയമ്മ പറഞ്ഞു, എൻ്റെ സ്തോത്രം 8:30 മണിയായി, അവൾ എഴുന്നേറ്റില്ല, അവൾക്കുള്ള ചായയിൽ ഇതാ ഈച്ച വീണ് കിടക്കുകയാണെന്ന്. 6 മണിക്ക് മുമ്പേ 5:45 അമ്മാവി അമ്മ എണീറ്റ് ചായ ഇട്ടു. ഈ പെണ്ണും പിള്ള 8:30 എണീക്കുന്നില്ല, അവൾ ഇതുവരെ വാതിൽ തുറന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ അവൾക്ക് ചായ ഇട്ടത് എന്തിന്? എൻ്റെ മോൻ്റെ ഭാര്യയല്ലേ. പിന്നെ നിങ്ങൾ കുറ്റം പറയുന്നതെന്ത്? ഈച്ചയും കൊതുവും അതിനകത്ത് കയറാനായിട്ട് തുറന്നു വെച്ചതെന്ത്? നിന്റെ മോൻ്റെ ഭാര്യയാണെങ്കിൽ നീ ആ ചായ ചൂടാക്കി അപ്പോഴെടുത്ത് കൊടുത്താൽ മതിയല്ലേ, അടച്ചു വെച്ചാ പോരെ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അമ്മയെ രാവിലെ എഴുന്നേൽക്കുക, അമ്മുമ്മ രാവിലെ എഴുന്നേൽക്കുക, അമ്മാവിയമ്മ രാവിലെ എഴുന്നേൽക്കുന്ന, അമ്മച്ചി രാവിലെ എഴുന്നേൽക്കുന്ന, അതിനേക്കാളും ഉപരി മക്കൾ എഴുന്നേൽക്കുന്ന, മരുമക്കൾ എഴുന്നേൽക്കുന്ന നല്ല ശീലം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. സ്തോത്രം പറയാം. അത് രാവിലെ എഴുന്നേൽക്കണം, പ്രഭാത പ്രാർത്ഥന നടത്തണം, 1-2 പാട്ട് പാടണം, കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കണം. രാത്രിയിൽ സന്ധ്യപ്രാർത്ഥന 10:30 മണിക്ക് ശേഷമല്ല കുടുംബ പ്രാർത്ഥന നടത്തേണ്ടത്. എപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് സ്വിച്ച് ഓൺ ചെയ്ത് ലൈറ്റ് കത്തുമ്പോൾ ഉടനെ നിങ്ങൾ പായിട്ട് വൈകുന്നേരത്തെ പ്രാർത്ഥന നടത്തണം. ഈ ഇടയ്ക്കൊരു വീട്ടിൽ ചെന്ന് എത്ര മണിക്കാ മക്കളെ രാത്രി കുടുംബ പ്രാർത്ഥന? 10:30 മണിക്ക്. അതെന്നാ 10:30 മണി? അപ്പോഴാ സീരിയൽ തീരുന്നത്. സീരിയൽ തീരുന്നത് വരെയും TV-യുടെ മുമ്പിൽ 10:30 വരെ ഇരുന്നിട്ട് പിന്നെ നീ എന്നാ പ്രാർത്ഥിക്കാൻ? കോട്ടുവായിട്ട് ആമേൻ സ്തോത്രം ചെയ്യുന്നു, ഉറക്കം തൂങ്ങി, അങ്ങനെയൊക്കെ നിന്റെ പ്രാർത്ഥന ഒരു അർത്ഥവുമില്ലാതെ പോകുന്ന ഈ കാലത്ത് നമ്മളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്, സ്വിച്ച് ഓൺ ചെയ്ത് ലൈറ്റ് നിന്റെ വീട്ടിൽ എപ്പോൾ കത്തുമ്പോ ഉടനെ പായിട്ട് കുടുംബ പ്രാർത്ഥന നടത്തിക്കണം. ഇതിന്റെ പേരാണ് സന്ധ്യ പ്രാർത്ഥന. രാവിലെ 5 മണിക്കെങ്കിലും മാക്സിമം എഴുന്നേറ്റ് പാട്ടൊക്കെ പാടി ആ കൈയടിച്ച് പാടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിൻ്റെ പേരാണ് പ്രഭാത പ്രാർത്ഥന. അതിനുശേഷം നിങ്ങളുടെ ജോലികളൊക്കെ ആ വീട് ഭയങ്കര അനുഗ്രഹമായിരിക്കും. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, നമ്മൾ ഓരോരുത്തരും വയ്യ എന്ന് 4 വട്ടം നമ്മളെക്കുറിച്ച് പറയുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആരാകും?
வய்யாதையா எனக்கு முடியாமல் இருக்குது பாஸ்டர், முடியாமல் இருக்கு பாஸ்டர், முடியாமல் இருக்கு பாஸ்டர், முடியலையா சிஸ்டர், நீ அப்படி பாஸ்டர் சொல்லி ஆமேன் போடுறதுக்கு முன்னே நீ முடியாதையாகும். അതിനേക്കാളും പാസ്റ്റർ ഞാൻ நல்லா இருக்கிறேன்னு ஒரு நாள் ஒராள் சொல்லுமாப்பா உம்மட்ட. நீங்கள் உங்கள் மக்களை இவ்வளவு அன்பாக வச்சிருக்கிறீங்களோ, ஒரு பிள்ளை பாஸ்டர் நான் நல்லா தான் இருக்கு அங்கிள், டேய் அங்கே பிள்ளைகள் என்னது அங்கிள் நாங்கள் நல்லா தான் இருக்கிறோம், எங்கள் பிள்ளைகள் நல்லா தான் இருக்கும் ஐயா நாங்கள் சுகமாக. ஒரு நாள் நம்ம ஆளுகள் அப்படி நம்ம பார்த்து சொல்லி இருக்கோன்னு சொன்னால் நம்ம மனசுக்கு நம்ம கும்பிக்கு எப்படி இருக்கும்? സ്തോത്രം. ഇതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സ്തോത്രം ചെയ്യുന്നു. സ്ഥിരമായിട്ട് എന്നെ കുറേ പേര് രാത്രി 10:30 ശേഷം ഫോൺ വിളിക്കും. നമ്മുടെ ആളുകളല്ല, എൻ്റെ സഭയിലെ ആളുകളല്ല, അടുത്ത ആളുകൾ. പാസ്റ്റർ ഇന്നും എനിക്ക് ഉറങ്ങണം, ഉറക്കം വരാൻ പ്രാർത്ഥിക്കണമെന്ന്. ഇങ്ങനെ 2-3 ദിവസമൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ആഴ്ചയ്ക്കൊരിക്കൽ മാസത്തിലൊരിക്കലൊക്കെ എനിക്ക് ഉറക്കം വരുന്നില്ല, പാസ്റ്റർ പ്രാർത്ഥിച്ചാലേ ഉറങ്ങുള്ളൂ. 1-2 പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ ബൈബിൾ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആൾ തന്നെയാണോ? അതെ. നിങ്ങൾ ആലയത്തിൽ പോയി ആരാധിക്കുന്ന ആൾ തന്നെയാണോ? അതെ. നിങ്ങൾക്ക് പാസ്റ്ററുണ്ടോ? ഉണ്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് വേദപുസ്തകയുടെ ഒരു അധ്യായം വായിര്, നീ പ്രാർത്ഥിര്, നീ പ്രാർത്ഥിച്ചിട്ട് 4-ാം സങ്കീർത്തനയുടെ 8-ാം വാക്യം വായിര്, സമാധാനത്തോടെ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ച് നോക്ക്, നീ അന്ന് രാത്രി സമാധാനത്തോടെ എന്ത് ചെയ്യും? ഇന്നലെ പുതുതായിട്ട് വന്ന ഒരാൾ യോഗം കഴിഞ്ഞ ഉടനെ എന്നോട് പറയാണ്, പാസ്റ്റേ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു, 2 പെൺകുട്ടികൾ കല്യാണപ്രായമായിരിക്കുകയാണ്, പിള്ളേർക്ക് കല്യാണം നടക്കുന്നില്ല, ഭാര്യ പുതിയതായിട്ട് വന്നത്, ഇപ്പം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന ആൾ കഴിഞ്ഞ മാസം, ഭാര്യ ഗൾഫിലാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ അകത്ത് ഒരു സന്തോഷവും ഇല്ല. എൻ്റെ ഭാര്യയെ വരണം പാസ്റ്റേ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ നീ നിൻ്റെ ഭാര്യയെ പറഞ്ഞയച്ചേ? അങ്ങനെ ഭാര്യയെ ഞാൻ പ്രാർത്ഥിച്ച് വരുത്താൻ ഞാനാര് ദൈവോ? എൻ്റെ ഭാര്യയെ സ്തോത്രം എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ ഞാൻ പറഞ്ഞു, പുതിയ ആളിനോട് അല്ലാതെ പിന്നെ ആരോട് പറയാം? നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഭാര്യ എന്ത് ചെയ്യും? വരും. അപ്പോൾ പറഞ്ഞ് വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, 7 വർഷമായില്ലേ മോനെ നീ അവളുമായിട്ട് പിണങ്ങിയിട്ട്, അതുകൊണ്ടാണ് നീ വേണ്ടെന്ന് പറഞ്ഞത്. എല്ലാം മുഖത്ത് നോക്കി, ഓപ്പൺ മൈൻഡ്. വിജയരാജ് വാസു ഒന്നും മറച്ചു നോക്കിയില്ല. എത്ര വർഷമായി? ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം, ശരിയായിട്ട് എല്ലാத்தைയും കണ്ടുപിടിച്ച് കൗൺസിലിംഗ് കൊടുത്തോണം. 7 വർഷം കൊണ്ട് ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലാണ്. അവൾ പോയിട്ട് 3 കൊല്ലം ആയുള്ളൂ. അപ്പോൾ അതിനു മുമ്പേ 4 വർഷം കൊണ്ട് അവനും അവളും എന്തില്ല. ഇപ്പം അവന് അവൾ മേലൊരു ആശ, ഇത്തിരി വന്നെങ്കിൽ ഒരു കണ്ണ് കാണാൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ പ്രാർത്ഥിച്ചാൽ മതി, അവൾ എന്ത് ചെയ്യും? വരും. ഉടനെ പിള്ളേരും ഒന്ന് പറയുകയാണെങ്കിൽ ഇല്ല പാസ്റ്റേ അച്ഛൻ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഒരു വണ്ണേ അങ്ങോട്ട് പോയിരുന്നേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുറവുകളെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ദൈവസന്നിധിയിൽ ശരിയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്ത് ചെയ്യും? മാറും. അതിനു വേണ്ടിയാണ് ഉപവാസ പ്രാർത്ഥന വച്ചിരിക്കുന്നത്. കൈ ഉയർത്തിയൊരു സ്തോത്രം പറ. എനിക്കറിയാം വെണ്ടലയോട്ടിലുള്ള എല്ലാ ചില എലി ശല്യങ്ങളും മാറും ഈ പ്രാർത്ഥനയിൽ. എന്തൊരെലി? എന്തോന്നെലി പറയൂലേ? എന്തോന്നെലി? ഈ എലി വെണ്ടലി ശക്തമായി തൊരപ്പനെലിയെ പോലെ ഇവിടെ ശല്യം ചെയ്യുന്ന, ഉറപ്പായിട്ട് സ്റ്റേണായിട്ട് ഫൗണ്ടേഷൻ്റെ അകത്ത് കയറി തുരക്കുന്ന തൊരപ്പനെലിയെ പോലെ നമ്മുടെ നാട്ടിൽ കുറേ വെണ്ടലികളുണ്ട്. അത് പെന്തിക്കോസിലേക്ക് നിന്നെ വിടാതെ, രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ വിടാതെ, ഇടുപ്പിന് ഡിസ്കിന് പ്രോബ്ലം ഇട്ട്, മുട്ടുകൾക്ക് വേദന ഇട്ട്, തലയ്ക്ക് കറക്കമിട്ട്, ചിലപ്പോൾ കുറുക്കൊക്കെ കാണും. അങ്ങനെ നീ വല്ലാത്ത പരുവത്തിൽ ഇരുട്ടിൽ തപ്പി നടക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? വെണ്ടലി. ഈ എലിയെ കൈക്ക് പിടിക്കാനൊന്നും പറ്റൂല. നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾ തോക്കേയുള്ളൂ. ഇവനെ കാല് മടക്കി ചവിട്ടിയാലും ഓടത്തില്ല, ഇവനെ ഊതിപ്പറത്തിയാലൊന്നും പോകത്തില്ല. ഇവനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥനകളും ഉപവാസങ്ങളും. തുടങ്ങ്. അടുത്ത ഘട്ടം നമുക്ക് ആരംഭിക്കാം. ഇവിടുത്തെ എല്ലാ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും പേയ്കളെയും പിശാചുകളെയും ആളുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വരുമാനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന, കുടുംബജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ എലിശല്യങ്ങളെ നമുക്ക് ശാസിക്കാം യേശുവിൻ്റെ നാമത്തിൽ.
എല്ലാ ഇരുട്ടുകളെയും നമുക്ക് ശാസിക്കാം. നമ്മുടെ നാട് ഒരു നല്ല വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് വരട്ടെ. ആരും ഒരിക്കലും ഭയപ്പെടരുത്. ഈ ഭയം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ വലിയ പ്രശ്നമുണ്ടാകും. 91 ആമേൻ 4-5 വാക്യം പറയുന്നു, രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന മഹാമാരിയിൽ ഉച്ചയ്ക്ക് വൈകിട്ട് സായാഹ്ന വേളയിൽ നമ്മളെ നശിപ്പിക്കുന്ന മഹാമാരിയിൽ നിന്നോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെ നീ പേടിപ്പാനില്ല. ഏതെല്ലാം സന്ദർഭങ്ങളിൽ സാത്താൻ വേഷമിടുന്നത് കണ്ടല്ലോ. രാത്രിയിലെ ഭയം, പകലിലെ അസ്ത്ര, വൈകിട്ടാകുമ്പോൾ മഹാമാരി, ഉച്ചയ്ക്കാകുമ്പോൾ സംഹാരകൻ. എല്ലാവരോടും ഞാൻ പറയാണ്, നട്ടുച്ച സമയത്തേക്കാണ് സംഹാരദൂതൻ വരുന്നത്. അതുകൊണ്ട് ഉച്ച സമയത്തും മാക്സിമം എല്ലാവരും അടുക്കള ജോലിയൊക്കെ 12 മണിക്ക് മുമ്പ് ചെയ്തിട്ട് കുളിച്ച് നനച്ച് വൃത്തിയായിട്ട് അടുത്ത 1 മണിക്കൂർ എല്ലാവരും വീടുകളിൽ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കണം. ജോലി സ്ഥലത്തിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, പാസ്റ്റർക്ക് വേണ്ടി ഉച്ചയ്ക്ക് 1 മണിക്കൂർ സമയം പ്രാർത്ഥിക്കണം. അങ്ങനെ സംഹാരകൻ നമ്മുടെ വീട്ടിൽ കയറാതിരിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഉപവാസവും പ്രാർത്ഥനയും. കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യുക. പ്രത്യാശയുള്ള, നമ്പിക്കയുള്ള ബദ്ധന്മാരെ, വിശുദ്ധന്മാരെ. ഞാൻ ഈ ബദ്ധന്മാരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ദുർവ്യാഖ്യാനമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പ്രത്യാശയുള്ള ബദ്ധന്മാരെന്ന് പറയുന്നത് വിശുദ്ധന്മാരെ കുറിച്ചാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തമിഴിൽ വായിക്കുന്നതിനും ഇതിനും അല്പം മാറ്റമുണ്ട്. അവിടെ സിറൈകളെ എന്ന് പറയുന്നത്, ഇവിടെ ബദ്ധന്മാരെ എന്ന്. ബദ്ധന്മാരെന്ന് പറയുന്നത് കർത്താവിൽ ജനിച്ചവര്, കർത്താവിൽ വളരുന്നവര്, കർത്താവിൽ മരിക്കുന്നവര്, കർത്താവിൽ ഉയിർക്കുന്നവര്, അവരെ കുറിച്ചാണ് ബദ്ധന്മാരെന്ന് പറയുന്നത്. അവരോട് എന്ന് പറഞ്ഞാൽ സമുദായക്കാരോടല്ല, സാധാരണക്കാരോടല്ല, ഡ്യൂപ്ലിക്കേറ്റുകാരോടല്ല, ഒറിജിനലാ ദൈവത്തെ ആരാധിക്കുന്നവരോട് ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഇത്രയായിട്ട് പകരം തരും, ഇരട്ടി. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, എത്രയായിട്ട് പകരം തരും? 2 എല്ലാവർക്കും ഇഷ്ടമാണ് ഇരട്ടി കേട്ടോ. ഞാൻ 2 വചനം പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയുടെ പവർ മനസ്സിലാക്കാനിടയായി തീരും. ഈ ഉൽപ്പത്തി ആദിയാഗമ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം ആദ്യം വായിച്ചിട്ട് മറ്റൊരാൾ എബ്രയർക്ക് എഴുതിയ നിരുപം 6-ാം അധ്യായം 14-ാം വാക്യം. ആ ഡബിൾ ഇരട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹിമയെ അറിയണമെങ്കിൽ ഈ 2 വാക്യങ്ങൾ വായിച്ചാൽ മതി. എന്നും പാരാമൽ ചെയ്തപടിയാൽ ആശീർവദിക്കവേ ഡബിൾ ബ്ലെസ്സിങ് ആബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആക്ച്വലി അത് സംഭവിക്കുവാൻ, നിറവേറുവാനിടയായി തീർന്നു. എല്ലാവരും ശ്രദ്ധിക്കണമേ, ഒരു നല്ല വിശുദ്ധനായ നീതിമാനായ അബ്രഹാമിനെ പോലും ദൈവം ഒരു ഡിമാൻഡ് വെച്ചു, ഒരു ഓപ്ഷൻ വെച്ചു. നീ നിന്റെ മകനെ എനിക്ക് തന്നാൽ അത് ഉടനെ അബ്രഹാം അനുസരിച്ചു. ദൈവം ഉടനെ റിപ്ലൈ കൊടുക്കുന്നു, നീ இந்த കാര്യത്തെ, നീ ഈ പറഞ്ഞ കാര്യത്തെ എനിക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ എത്രയായിട്ട് അനുഗ്രഹിക്കും? 2 ഇരട്ടിയായിട്ട്. വാസ്തവത്തിൽ ഞാൻ നാളെ കൂടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോട് വരണം. ദൂതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള അവസരം ദൈവം തരട്ടെ. സ്തോത്രം. ഇരട്ടി അനുഗ്രഹത്തിന് ബാധ്യസ്ഥനായി മാറിയ ഒരാളാണ് അബ്രഹാം. അദ്ദേഹത്തെ പോലും നമുക്ക് മാതൃകയായിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ കുറേ കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാതെ ചിലർ പറയും, ഞാൻ പള്ളി പണിത് കൊടുത്തു, ഞാൻ ദശാംശമൊക്കെ കറക്റ്റായി കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നവർ ഈ സഭയിൽ എത്ര പേരുണ്ട്? ദശമഭാഗം കറക്റ്റാ കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? ആരും കൈ ഉയർത്തിയില്ലേ? കറക്റ്റായിട്ട്, ഒരു കുറവുമില്ലാതെ കറക്റ്റായിട്ട്
ദൈവദാസനോട് ചോദിച്ചാൽ എല്ലാവരും തരുമെന്ന് പറയും, പക്ഷെ നിങ്ങളാരും കൈ ഉയർത്തുന്നുമില്ല. എനിക്കതുകൊണ്ട് ഇത് വിശ്വസിപ്പാൻ പോലും കുഴപ്പമാണ്. ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ മുതർപ്പലൻ കൊടുക്കുന്നുണ്ട്, ഞാൻ ആലയത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇനി ഒരു കുറവുമില്ല ചെയ്യാൻ. ഞാൻ പള്ളിയൊക്കെ പണിത് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് പേര്, വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നവരൊക്കെ ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവം അതുകൊണ്ടൊന്നും നമ്മളെ തൃപ്തിപ്പെടുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതെല്ലാം ഭൂമിയിലുള്ളത്. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് 600 വർഷം വേദപുസ്തകത്തിൽ ഒരാൾ സുവിശേഷം പ്രസംഗിച്ചു. ആരെന്നറിയാമോ? ഒന്നാമത്തെ ന്യായവിധി വരുന്നതിന് മുമ്പേ നോഹ എന്ന് പറയുന്ന ദൈവപുരുഷൻ 600 വർഷം ഭൂമിയിൽ പ്രസംഗിച്ചു. അവസാനം ആരും മാനസാന്തരപ്പെട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ദൈവം നോഹയോട് പറഞ്ഞത്, ഞാൻ ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഹോഫർ മരം കൊണ്ട് 3 തട്ടുകളുള്ള നീളം, വീതി, അകലം ഒക്കെ ദൈവം കാൽക്കുലേഷൻ കൊടുത്ത് ഒരു ഒരു പെട്ടകം പണിയണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം, ആരും മാനസാന്തരത്തിലേക്ക് വന്നില്ലെങ്കിലും നോഹയ്ക്ക് ദൈവം കൊടുത്ത 3 ആൺമക്കളെയും നോഹ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. എനിക്കും നിനക്കുമുള്ള മക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവരെ സത്യവചനപ്രകാരം സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് ഒരു കീബോർഡ് വായിക്കുന്നവനായിട്ട് അല്ല, മറ്റെന്തെങ്കിലും ഒരു ഉപകരണം വായിക്കുന്നവനായിട്ട്, ഒരു ദൈവദാസന്റെ ശിഷ്യനായിട്ടോ, ഈ ചർച്ചൊന്ന് തൂത്ത് പായിടുന്നവനായിട്ടോ അല്ല, ഒരു സുവിശേഷ വേലക്കാരനായിട്ടൊക്കെ മാറാൻ നമ്മുടെ പിള്ളേരിൽ ആരെയെങ്കിലും ഒരാളെ നിങ്ങൾ അർപ്പണം ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ആ ഇരട്ടി പ്രതിഫലം എന്ന് പറയുന്നത്, രണ്ടത്തനെ എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും നാം പ്രാപിപ്പാൻ യോഗ്യരാകുന്നില്ല. നീ ഇത് ചെയ്തത് കൊണ്ട് ആബ്രഹാമിന് മകൻ അവനെ ദൈവത്തിന് കൊടുത്തു. പ്രിയമുള്ളവരെ, നിനക്കുള്ളതിനെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം നിന്നെ രണ്ടത്തനെയായി അനുഗ്രഹിക്കും. കരങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് എല്ലാ പ്രത്യാശയും ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തി കരമടിച്ച് സ്തോത്രം ചെയ്. എന്നെയും നിന്നെയും അതുപോലെ പിശുക്ക് കാണിക്കാതെ 100ന് 100 ദൈവത്തിന് കൊടുക്കണം. ആമേൻ. എനിക്കറിയാവുന്നുള്ള കുറേ പേരുണ്ട്, ജോലിയൊക്കെ റിട്ടയർഡായതിന് ശേഷം പാസ്റ്റർ ജോലി ചെയ്യുന്നവരുണ്ട്. സർക്കാർ ജോലിയൊക്കെ കിട്ടി 58 റിട്ടയർഡാകും. പിന്നെ ഇവരാരാകും? പാസ്റ്റരാകും. എനിക്ക് ഭയങ്കര ഇഷ്ടം. 17ാമത്തെ വയസ്സിൽ ദർശനവും സ്വപ്നവും കണ്ട് ജോസഫ് ഹെബ്രോനിലേക്ക് പുറപ്പെട്ടു. എനിക്കും ഭയങ്കര ഇഷ്ടം. എന്നെ പഠിപ്പിച്ച സാറ് 40 കുട്ടികളോടും ചോദിച്ചു, ഓരോരുത്തരോടും നീ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? എല്ലാ കുട്ടികളും ടീച്ചറാകണം, പ്രൊഫസറാകണം, ഡ്രൈവറാകണം, പൈലറ്റാകണം, ബാങ്കിലെ ഉദ്യോഗസ്ഥനാകണം, മുതലാളിയാകണം, പണക്കാരനാകണം. 39 പേരും പറഞ്ഞു. 40ാമത്തെ എന്നോട് സാറ് ചോദിച്ചു, വിജയരാജ് നീ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? എനിക്ക് പാസ്റ്ററാകണം. ആ പാസ്റ്ററാകണമെന്ന് അക്കാലത്ത് എൻ്റെ നാവിൽ എങ്ങനെ എനിക്ക് ദൈവം പറയിപ്പിച്ചെന്ന് അത്ഭുതമായി. എൻ്റെ പ്രിയമുള്ളവരെ, 14ാമത്തെ വയസ്സിൽ തന്നെ അഭിഷേകം പ്രാപിച്ചു. 17ാമത്തെ വയസ്സിൽ ഞാനും പ്രസംഗിച്ചു. ജോസഫ് 17ാമത്തെ വയസ്സിൽ ഹെബ്രോനിലേക്ക് പോയി. വിജയരാജ് 17ാമത്തെ വയസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ പ്രസംഗിച്ചു. ഒരു തോത്രം പറ മക്കളെ, എന്നെ പഠിപ്പിച്ച സാർ എന്നോട് ചോദിച്ചു ഒരു ദിവസം, ആമേൻ, മേൽപ്പുറം ജംഗ്ഷനിൽ വേദപുസ്തകവുമായിട്ട് നിൽക്കുമ്പോൾ, പാസ്റ്റർ എന്നെ പഠിപ്പിച്ച സാർ എന്നെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പഠിപ്പിച്ച പ്രഭാകരൻ സാറേ ഗുഡ് മോർണിംഗ് എന്നല്ല ഞാൻ പറഞ്ഞത്, സാറേ പ്രൈസ് ദി ലോർഡ്. അങ്ങേര് പാസ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങേർക്ക് ഒരു സ്വോത്രം കൊടുത്തൂടെ? ഇങ്ങനെ നീ കുഞ്ഞുപ്രായം മുതൽ കർത്താവിന്റെ സാക്ഷിയാകുമ്പോഴാ നിനക്ക് രണ്ടത്തനെയായുള്ള അനുഗ്രഹം. നീ വരൂ കർത്താവിലേക്ക്, മക്കളെ യേശുവിലേക്ക് കൊടുക്കൂ. ഒരിക്കലും പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആശങ്കകൾക്ക് ആമേൻ അറുതി വരേണ്ടതിന്, നിങ്ങളുടെ ദുഃഖങ്ങൾ
കുടുംബങ്ങൾ സന്തോഷമാകേണ്ടതിന്, നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതികൾ മാറേണ്ടതിന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, എഞ്ചിനീയർ ആകട്ടെ, MBBS ആകട്ടെ, BSc നഴ്സിംഗ് ആകട്ടെ എന്നൊന്നും നിങ്ങൾ ഇപ്പോഴേ കനവ് കാണേണ്ട. നിങ്ങൾ ഒരു ദൈവ പൈതലായി പിള്ളേരെ വളർത്തുക. അപ്പോൾ ആ പിള്ളേരുടെ ആമേശ്വത്ര ശരിക്കും ഒരു പ്രായത്തിൻ്റെ സിറ്റുവേഷൻ വരുമ്പോൾ നല്ലൊരു ദൈവ പൈതലായിട്ട് മാറും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കഴിഞ്ഞ 25-ാം തീയതി ശനിയാഴ്ച MBBSൻ്റെ 3ാമത്തെ അലോഡിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു സമുദായ കുടുംബത്തിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, കാര്യം നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, അതുകൊണ്ട് ഇവർക്ക് കിട്ടൂല. ആ പെണ്ണിന് കിട്ടിയില്ല, 3ാമട്ടവും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, നിനക്ക് ഈ ലോക സുഖങ്ങൾ വേണം, ബന്ധുക്കൂസിലെ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുകയും വേണം. മനസ്സിലായോ പറഞ്ഞത്? ആരും മിണ്ടുന്നില്ലല്ലോ. ഞങ്ങളെപ്പോലുള്ളവർ പ്രാർത്ഥിക്കും, നിശ്ചയമായിട്ട് അതൊക്കെ കിട്ടും. പക്ഷേ അതിനേക്കാളും വലുത് നീ നിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ഇഷ്ടാനുസരിച്ച് വളരട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടാനുസരിച്ച് ആ പ്രായമാകുമ്പോൾ MBBS എങ്കിൽ MBBS, PhD എങ്കിൽ PhD. എൻ്റെ മോന് വേണ്ടി ഒരുപാട് വേക്കൻസികളൊക്കെ വന്നു. അവസാനം അവൻ പറഞ്ഞത്, ഞാനൊരു വേക്കൻസിക്കും ഡാഡി അറിയാതെ ഇല്ല, എനിക്ക് ദൈവം തന്ന കാഴ്ചപ്പാടനുസരിച്ച് ഡാഡി ഒരു കൂടെ നിൽക്കണം. എനിക്കത് ഭയങ്കര ബലമാണ്. എൻ്റെ മോൻ എന്നോട് കൂടെ നിൽക്കുന്നത് ഭയങ്കര ബലമാണ്. കീബോർഡ് വായിക്കുക, വർഷിപ്പ് ചെയ്യുക, ആളുകളെ വണ്ടി കൊണ്ടുവിടുക. എൻ്റെ അപ്പോൾ അവൻ തന്നെയായിരുന്നു ആ തീരുമാനത്തിലേക്ക് വന്നത്. അവനായിട്ട് തന്നെ ഒരു വണ്ടിയും മേടിച്ചു. ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ നീ, നല്ല കാര്യം പറഞ്ഞിട്ട്. ഞാനൊന്നും പറഞ്ഞില്ലേ പൊന്നു മോനെ. ഞാൻ ഒസൂറിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു, ഡാഡി ഞാൻ ഇന്നു മുതൽ ആലയത്തിൻ്റെ ദൈവജനത്തിൻ്റെ യാത്രാക്രമീകരണത്തിന് വേണ്ടി ഒരു വാഹനം വാങ്ങാൻ പോവുകയാണെന്ന്. പിറ്റേ ദിവസം വരുന്നു, വണ്ടി കൊണ്ടുവന്നു. അടുത്ത ദിവസം വരുന്നു, ഞാനിത് ഞായറാഴ്ച കൊണ്ടുപോകാൻ പോകുന്നു. എന്തൊരു അനുഗ്രഹം! ഇങ്ങനെയൊക്കെ നല്ല കാര്യം ചെയ്യുവാൻ നമ്മുടെ പിള്ളേരെ നമ്മളെ കൂടെ നിർത്തണം. പിള്ളേരുണ്ടെങ്കിൽ കൂടെ നിർത്തണം. ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാ കൂടെ? ആയില്ലേ? ഇല്ലെന്നാണ് പറയുന്നത്. അത് ശരി, വ്യക്തം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കില്ലല്ലോ. സോദരൻ പറ, കൂടെ നിർത്തി, യേശുവിനോട് കൂടെ നിൽക്കൂ, ആ പിള്ളേരെ കൂടെ നിർത്തൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നിങ്ങൾ തമ്മിലും ഒന്നിച്ച് ഐക്യമായിട്ട് അങ്ങ് നിൽക്കണം. ഈ ദൂത് എനിക്ക് ദൈവം തന്നത് നിങ്ങൾക്ക് ഇന്ന് നിറവേറണം. നാളെ ഞാൻ പറയുന്നത് ഇതല്ല, ഇതിൻ്റെ വേറെയാണ്. അനുഗ്രഹിക്കപ്പെട്ട വേദപുസ്തകത്തിൽ ഇങ്ങോട്ട് നോക്കണം. ഇരട്ടി അനുഗ്രഹമുണ്ട്, 4 മടങ്ങ് അനുഗ്രഹമുണ്ട്, 100 മടങ്ങ് അനുഗ്രഹമുണ്ട്, ലാസ്റ്റിൽ 1000 ഇരട്ടി അനുഗ്രഹം. ഇതെല്ലാം ദൈവമക്കൾക്കുള്ളതാണ്. നിങ്ങൾ ആരും കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നാളെ. ഇന്ന് എന്തായാലും ഒരു വചനം കൂടി നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ 15-20 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 61-ാം അധ്യായം യെശയ്യാവ് 7:7. 61-ാം അധ്യായം യെശയ്യാവിൻ്റെ പ്രവചനം 7-ാം വാക്യം. മക്കളെ, ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് மட்டும் മതി. വൈര് ഉങ്ങൾ വെക്കത്തുക്ക് പതിലാക. എല്ലാവരോടും എനിക്കിത് പറയാനേ ഉള്ളൂ. വാസ്തവത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഒന്നും പ്രസംഗിച്ചിട്ടുള്ള കാര്യമല്ലേ. എവിടെയോ ഒരിടത്ത് ഒരു പൊതുവായിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് പറഞ്ഞെന്നല്ലാതെ ഞാൻ ഒരു പ്രസംഗ വിഷയമായിട്ട് ഇത് ആദ്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് ഈ കാര്യമെല്ലാം. അപ്പോൾ പ്രത്യാശയുള്ള ബദ്ധന്മാർക്കും ഇരട്ടി ഫലം. രണ്ടാമത് പറയുന്നു, വെட்கപ്പെടുന്ന, അപമാനപ്പെടുന്ന, നിന്ന സഹിക്കുന്നവർക്കും ദൈവം എത്ര ഫലം വച്ചിരിക്കുകയാണ്. സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിച്ചവർ എന്നോട് പറയാൻ ആരെങ്കിലും ഉണ്ടോ? എന്നോടൊപ്പം നിൽക്കാൻ. ക്രിസ്തുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി അപമാനം സഹിച്ച എല്ലാവർക്കും ദൈവം ഇരട്ടി പ്രതിഫലം തരും. പണ്ടൊരിക്കൽ ഒരു സംഭവം നടന്നത് ഞാൻ ഓർക്കുകയാണ്. കൂട്ടുകാരോടും നാട്ടുകാരോടും ചേർന്ന് ഒരു ആലയത്തിൽ ആരാധിക്കാൻ പോയ ഒരു സഹോദരിയുടെ കഥയാണ്. ഭർത്താവ് കോടീശ്വരനാണ്. ഇവിടെയല്ല, ബാംഗ്ലൂരിലാണ്. ഭർത്താവ് കോടീശ്വരനാണ്. ഭർത്താവിന് ഭാര്യ പെന്തക്കോസ്തിൽ ആരാധിക്കുന്നൊന്നും ഇഷ്ടമല്ല. ആരൊക്കെ പറഞ്ഞ് ഈ സഹോദരൻ അറിഞ്ഞ് എല്ലാ ദിവസവും ഈ സഹോദരിയെ മർദ്ദിക്കുക, അടിക്കുക, ഓത്തിരിക്കുക. എങ്കിലും ആത്മീയ കൂട്ടായ്മകളൊന്നും മുടക്കാതെ ഈ സഹോദരി ആലയത്തിലേക്ക് പോകുന്നത് പതിവായിരുന്നു. ഒരു ദിവസം ഇവർ പോകുന്ന സഭയിൽ സ്നാനം നടക്കുന്നത് ഈ സഹോദരൻ അറിഞ്ഞു. ആമീൻ. ഈ സഹോദരിയെ സ്നാനപ്പെടാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആഭരണമൊക്കെ ധരിച്ചിട്ടുണ്ട്. സ്നാനപ്പെടാനായിട്ട് ഇവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് അറിഞ്ഞിട്ട് വീട്ടിൽ വന്നു. നീ ഇന്നും പള്ളിയിൽ പോയോ? പോയി. ആമീൻ. എന്നെ കാര്യമൊക്കെ അവിടെ നടന്നല്ലേ? ശരി. നാളെ ഇവിടെ സ്നാനം എന്ന് അറിഞ്ഞല്ലോ, നീ സ്നാനപ്പെടുന്നുണ്ടോ? അവൾ പച്ചക്കള്ളം പറഞ്ഞ് ആ
സമയത്ത് അടിതപ്പി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. അങ്ങനെ ഈ സഹോദരി സ്നാനമൊക്കെ എടുത്ത് ഓഫീസിൽ നിന്ന് സഹോദരൻ ബുള്ളറ്റിൽ വീട്ടിൽ വന്നപ്പോൾ ആമെ കുളിച്ച് കുട്ടത്തിയായിട്ട് അനുഗ്രഹിക്കപ്പെട്ട സന്തോഷത്തോടെ ഈ പെണ്ണും പിള്ള വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ വണ്ടിയും കൊണ്ട് വച്ചിട്ട് ചാടി കയറി ഒരു വല്ലാത്ത സ്വഭാവത്തോട് അകത്ത് കയറിയിട്ട് എടി നീ പള്ളിയിൽ പോയി, ഇന്നവിടെ എന്തൊക്കെ നടന്നു, ഇന്നതൊക്കെ നടന്നു. ആമേ സ്തോത്രം. സ്നാനം നടന്നില്ലയോ? നടന്നു. ആരൊക്കെ സ്നാനപ്പെട്ടു? അവസാനം 4-5 പേരെയല്ല, എല്ലാവരുടെയും പേര് പറഞ്ഞു, ഇവളുടെ പേര് മാത്രം പറഞ്ഞില്ല. അവസാനം നീ സ്നാനം എടുത്തോ? ഇവള് മിണ്ടിയില്ല. എടി എടുത്തോ? മിണ്ടിയില്ല. എടി എടുത്തോ? അവസാനം അതെ ഞാനും സ്നാനം എടുത്തു. കയ്യയും തലാമ 2 കയ്യും ചേർത്ത് പിടിച്ച് കമ്പ് ഓങ്ങിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടി ഇനി നീ സ്നാനപ്പെടുമോ? പടയേണ്ടത് എന്ത് ചെയ്തവള്? പട്ട്. ഒരു സ്നാനമേ ഉള്ളൂ. ഈ അപമാനത്തിൻ്റെ നടുവിൽ സഹിച്ച് പിടിച്ച് നിന്നില്ലേ നീ? ഇത്രയും അടിയും തൊഴിയും കൊണ്ടിട്ട് ഈ ക്രൂരനായ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇവൾ എങ്ങനെ തടി തപ്പി എന്നുള്ളത് അത്ഭുതം. ഏറ്റവും വിശ്വസിക്കത്തക്ക ആൾ പറഞ്ഞുകൊണ്ടാണ് ഞാനും വിശ്വസിച്ചത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയെ ദൈവം എന്ത് ചെയ്തു? കലക്കിക്കളഞ്ഞു. ഇനി നീ സ്നാനപ്പെടുവോ? വാസ്തവത്തിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അടുത്ത വർഷമായപ്പോൾ കാവേരി നദിയിൽ ഭാര്യയെ സ്നാനപ്പെട്ട സ്ഥലത്ത് ഈ പാസ്റ്റർ ചെന്ന് ഭർത്താവിനെ സ്നാനപ്പെടുത്തി. ഒരു ഹല്ലേലൂയ പറ. നീ ആടികൊണ്ടാൽ നിനക്ക് ഇരട്ടി പ്രതിഫലം, നീ അവമാനം സഹിച്ചാൽ നിനക്ക് ഇരട്ടി പ്രതിഫലം. നിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നീ മാറി പറയരുത്. കാറിച്ച് തുപ്പുന്നവരൊക്കെ ഉണ്ട്. വെക്കത്തുക്കുപ്പതിൽ അപ്പോ ഇരട്ടി ഫലം. ഈ യോഗങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷാൽ ഒരു ദൈവ പൈതലായി തീരാൻ നീ സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് നിനക്ക് നീ സഹിക്കേണ്ടതിനപ്പുറം സഹിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്കതിനും ഇരട്ടി പ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്നവർ തലയ്ക്ക് മേൽ കൈ ഉയർത്തുരാമയം പറയണം. എനിക്ക് നല്ല ആമേശ്വത്രം ആത്മധൈര്യം വരികയാണ്. ലാസറിൻ്റെ ആരംഭ കാലഘട്ടം, സുന്ദറിൻ്റെ ആരംഭ കാലഘട്ടം, ലാസർ പാസ്റ്ററുടെ അനിയൻ്റെ ആരംഭ കാലഘട്ടമൊക്കെ നന്നായി അറിയുന്ന ഒരാളാണ്. പാകോട് ജവപ്പര എന്ന് പറയുന്ന ആ ആലയവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളവനാണ് ഞാൻ. അവിടെ ഞാൻ പ്രസംഗിച്ചവനാണ്. ഇന്ന് രാത്രിയിൽ ആ ഭക്തന്മാരൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ നിങ്ങൾ ദൈവമക്കളായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞു തന്നു കാണും. ഒരുപാട് അപമാനം അവരൊക്കെ സഹിച്ചിട്ടുണ്ട്. നിങ്ങളും സഹിച്ചു എങ്കിൽ എൻ്റെ സെലിൻ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ദൈവം രണ്ടത്തനയായി പ്രതിഫലം തരും. എൻ്റെ കുഞ്ഞെ 2 വർഷം കഴിയുമ്പോൾ ഇപ്പം 4-8 ആകും രണ്ടത്തനയായ പ്രതിഫലം. അടുത്ത 2 കൊല്ലത്തിൽ ദൈവം ചലഞ്ച് ചെയ്യാൻ പോകുന്ന ചില ശുശ്രൂഷ മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ഇന്ന് 4-ൽ താഴെയെങ്കിൽ ഇതാ 4-ൽ മേളിൽ രണ്ടത്തനയായി 2 കൊല്ലം കൊണ്ട് എഴുതിയിട്ടോ ഡയറിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവം നിന്നെ രണ്ടത്തനയായി അടുത്ത 2 കൊല്ലത്തിൽ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതിനകത്ത് ആരാധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ നാമനിമിത്തം നീ വിശ്വസിച്ച് എല്ലാ അപമാനവും കഷ്ടവും സഹിച്ചു നിൽക്കുമെങ്കിൽ ആലയത്തോടുള്ള ആരാധനയോടുള്ള സത്യവചനത്തോടുള്ള വിശുദ്ധിയോടുള്ള ദൈവപ്രമാണത്തിന് വേണ്ടി നീ ഭക്തിയോടെ നിൽക്കുമെങ്കിൽ ഞാൻ പറയട്ടെ, രണ്ടത്തനയായ പ്രതിഫലമുണ്ട്. കൈ ഉയർത്തൊരു സ്തോത്രം ചെയ്യാൻ. വീട്ടിൽ നിന്ന് പോലും ദൈവത്തെ ആരാധിച്ചതിന്റെ പിൻപിൽ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ. മനസ്സിലാകുന്നുണ്ട് പറയുന്നത്? നീ ആയിരുന്ന സ്ഥാനത്ത് നിന്നെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടോ, നിന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടോ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ മോളെ, കർത്താവിന് വേണ്ടി അന്ന് നീ സഹിച്ചത് കൊണ്ട് ഇന്ന് നീ സത്യത്തിന് വേണ്ടി ഭക്തിയോടെ നിൽക്കുന്നത്. ഇനിയും ചിലത് തെളിയാൻ പോകുകയാണ്. എത്രത്തോളം അപമാനം സഹിക്കുന്നുവോ അത്രത്തോളം ദൈവം നിങ്ങളുടെ ഫേസ് കെട്ട്, മുഖച്ഛായ മാറ്റുവാനിടയായി തീരും. അപമാനം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. 34-ാം സങ്കീർത്തനത്തിൽ അവർ അവരെ നോക്കി പാർത്താറുകൾ അവർ മുഖമോ, അവരുടെ മുഖം ഒരു കാലം എന്ത് ചെയ്തില്ല. ഞാൻ പറയട്ടെ,
48 വർഷത്തോളമായെങ്കിലും ശുശ്രൂഷയ്ക്കായി ദൈവം കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ ഉപയോഗിച്ചിട്ട് 46 വർഷമായി പൂതൊഴിപ്പിക്കൽ ശുശ്രൂഷയായിരുന്നു ആദ്യത്തെ ശുശ്രൂഷ. പൂതൊഴിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു, പിശാസുകളെ ഒഴിപ്പിക്കൽ. അങ്ങനെ വീടുകൾ തോറും സഭകൾ തോറും ആളുകൾ വന്ന് കൊണ്ടുപോയി ആ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഇക്കാലം വരെയിലോ പട്ടപ്പാടിനും വേദനയ്ക്ക് അപമാനത്തിനും ഒരു കുറവുമില്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചതിനും ഒരു കുറവുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ? ഒരുപാട് അനുഗ്രഹിച്ച് കേട്ടോ. ഈ കൈവച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാല് ചവിട്ടിയ സ്ഥലങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സെലിൻ പാസ്റ്ററോട് ഞാൻ പറയുന്നു, എന്നെക്കാല് നിന്നെ അനുഗ്രഹിക്കോ, എൻ്റെ മിനിസ്ട്രിയെക്കാല് നിന്റെ മിനിസ്ട്രി അനുഗ്രഹിക്കോ, എൻ്റെ സഭയെക്കാലും തൻ്റെ സഭകളെ ദൈവം അനുഗ്രഹിക്കോ. നിന്റെ തലയിലോ ഒരു പുതിയ അഭിഷേകമുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വളരെ ഉറപ്പായി പറയുന്നു. നീ പാസ്റ്റർ ആകരുത് എന്ന് മുൻപിലുള്ള ചിലർ നിന്നെ വിലക്കി. ഇന്നതുപോലെ ഒന്നും നീ ഇവിടെ ആകരുത്. പക്ഷെ ആര് വിലക്കിയിട്ടും ദൈവം നിന്നെ അവിടെ ഉറപ്പിച്ചു. അതാണ് ദൈവത്തിന്റെ അഭിഷേകം. മനസ്സിലായ ദൈവമക്കൾ ഒരു സ്തോത്രം പറ. ആ മനുഷ്യനെ അന്ന് ദൈവം അഭിഷേകം ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ചില സഭകൾ ഇന്ന് അനാഥരായേനെ. ആമേൻ. ഊഴിയക്കാരകളില്ലാതെ ശുശ്രൂഷിപ്പാനും പ്രാർത്ഥിപ്പാനോ ദൈവമക്കളെ നിങ്ങൾക്ക് ആരുമില്ലാതെ ഇടയനില്ലാത്ത ആടുകളായി നിങ്ങൾ മാറിയേനെ. ഇന്നും തന്നോട് അസൂയപ്പെടുന്നവർ, കുശുമ്പ് വിചാരിക്കുന്നവർ, ഈ പൊസിഷനിൽ നിന്ന് തന്നെ ഒതുക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ പോലും ഉണ്ട്. മനസ്സിലായല്ലോ? അവരുടെ നടുവിൽ ജ്ഞാനത്തോടെ നീ പെരുമാറണോ. ആരോട് എൻ്റെ പൊന്നുമോനെ പിണങ്ങരുത്. എൻ്റെ കർത്താവാണ് ഈ ദൂത് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവൻ. ഓ സ്തോത്രം. പ്രത്യാശയുള്ള ബദ്ധന്മാർക്ക് രണ്ടത്തിനായുള്ള ഫലൻ. ആമേൻ സ്തോത്രം. അവമാനം സഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇരട്ടി പ്രതിഫലം. 5-ാമത്തെ മത്തായി സുവിശേഷം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ആദ്യം മുതൽ ലോകത്തിലെല്ലാവരും നിങ്ങളെ കളവായി പറയും, ഉപദ്രവിക്കും, പകയ്ക്കും. അപ്പോഴൊന്നും നിങ്ങൾ മിണ്ടരുത്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഞാനത് എന്നെപ്പോലുള്ള പാസ്റ്റർമാർക്കായിട്ട് ദൈവം കരുതുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ടതിന് എനിക്ക് ഫലം ഉണ്ടാകണം. അത് ഇവിടെയുണ്ട്. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നമ്മളൊക്കെ കഷ്ടപ്പെട്ടതിന് ചാകു മുമ്പ് ഇവിടെയും ഫലം ഉണ്ടാകണം. മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് പിന്നെ നമ്മുടെ സന്താനങ്ങൾ അത് അനുഭവിച്ചോട്ടെ എന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കരുത്. 70, 80, 60, 50, 30 എത്ര വയസ്സ് എന്നായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനു മുമ്പേ നിങ്ങളോടുള്ള വാഗ്ദത്തം നിറവേറണം. നിങ്ങൾ കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടാകണം, കരഞ്ഞതിന് ഫലമുണ്ടാകണം, പ്രാർത്ഥിച്ചതിന് ഫലമുണ്ടാകണം, അപമാനവും നിന്ദയും സഹിച്ചതിന് ഫലമുണ്ടാകണം. ഈ ആദ്യം കസേരയിലിരിക്കുന്ന സഹോദരി ഇന്നും തന്നെക്കുറിച്ച് ആമെ കുറ്റം പറയുന്നവരുടെ നടുവിലാ താൻ ജീവിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? പുരീതാ ദൈവത്തിന് സ്തോത്രം. നീ എങ്ങോട്ടിറങ്ങിയാലും നിന്നെ കുറ്റം പറയുന്നവരേ ഉള്ളൂ. എങ്ങോട്ടിറങ്ങിയാലും ഒന്നിന് രണ്ടായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു നിന്നെ അവയുടെ മോശപ്പെടുത്തുക. ഇനോ അവയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. നിന്റെ വെക്കത്തിന് പകരം, നിന്റെ നാണത്തിന് പകരം, നിന്റെ നിന്നയ്ക്ക് പകരം ദൈവം ഈ സഭയോടുള്ള ദൈവത്തിന് ദൂത് ഇരട്ടിയായി പ്രതിഫലം തരോ. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ട്. അടുത്ത മാസം 10-ാം തീയതി എന്ന് പറയുന്നതിന് ഇനി എത്ര ദിവസമുണ്ട്? ആ അടുത്ത 2026 10-ാം മാസം എന്ന് പറയാൻ ഇനി എത്ര മാസമുണ്ട്? അടുത്ത 30 ദിവസത്തിനുള്ളിൽ, അടുത്ത വർഷം 10-ാം മാസത്തിന് മുമ്പേ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. മിനിസ്ട്രിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഈ ചർച്ചയിൽ ഒരു കാത്തിരിപ്പ് യോഗവും ഉപവാസ പ്രാർത്ഥനയൊക്കെ വയ്ക്കുമ്പോൾ ഇത് നിറഞ്ഞ് ആരാധിക്കാൻ ഇവിടെ നിന്ന് തന്നെ ആളുകളെ ദൈവം ഇതിനകത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. ഇത് എന്നേ പൂട്ടിക്കേണ്ട ചർച്ചയായിരുന്നു.
എന്തായിരുന്നെന്നറിയാമോ? മൂപ്പന്മാരും മൂപ്പത്തിമാരും ശ്രദ്ധിച്ചിരിക്കണം. എന്നേ 4 പ്രത്യേക സ്റ്റേജുകളിൽ 4 പ്രാവശ്യം 4 ഘട്ടങ്ങളിൽ ഇതിനെ പൂട്ടിക്കുവാൻ, മൂപ്പന്മാരെ ആദിവിശ്വാസികളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതിനെ പൂട്ടിക്കുവാൻ കോഴി വളർത്താനും പന്നി വളർത്താനും ആട് വളർത്താനും ഇതിനെ മലിനമാക്കുവാനും മനസ്സിലാകുന്നുണ്ടോ? ഇതിന് പിൻപിൽ ഗൂഢാലോചനകളും കൂട്ടുകെട്ടും ഇതിൻ്റെ പിൻപിലുള്ള തന്ത്രവും മന്ത്രവും, ഇതിനു വേണ്ടി തേർഡ് പാർട്ടിയുടെ ജാമ്യമൊക്കെ എടുത്ത ആളുകൾ ഇന്ന് രാത്രിയിൽ ഇത് കേൾക്കട്ടെ. നിന്റെ കണ്ണ് കാണ്, നീയും നിന്റെ കുടുംബവും കാണ്. ദൈവം ഈ സഭയെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കുക. കാലം ഇനി ഒരുപാടില്ല, യേശു വരാറായി. ആമേൻ. എല്ലാറ്റിനും ഫലം കണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വാഗ്ദത്തം നിറവേറാനും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെയും ആരോടും സങ്കടമൊന്നും പറയരുത്, പരാതിയും പറയരുത്. ഒരു വചനം കൂടി വായിച്ച് പ്രാർത്ഥിക്കുക. ഉടനെ ബൈബിൾ മൂടണം എല്ലാവരും. 86:17 സങ്കീർത്തനം. നിന്നെ പകയ്ക്കുന്നവർ കാണുക, ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഉന്നെ വെட்கப்படுத்துகிறவர் ആമേ ഉനക്ക് അനുകൂലമാനവർ. പെട്ടെന്ന് വായിര് 86:17. ഈ സഭയോടുള്ള ഇന്ന് രാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ദൂതാണ്. നമ്മെ പകയ്ക്കുന്നവർ കണ്ട് തലകുനിയത്തക്ക നിലയിൽ ദൈവം ഇതിനകത്ത് ചില നന്മയ്ക്കായുള്ള അടയാളങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഈ വചനം അങ്ങനെ വിശ്വസിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഇന്ന് വരെയിലും പരിശുദ്ധത്തോട് നിന്ന നിങ്ങൾക്ക് ദൈവം നന്മയ്ക്കായി അടയാളം ചെയ്യുമ്പോൾ നിന്നെ പകച്ചവരെ തല കുനിയും. സ്തോത്രം പറഞ്ഞില്ല. നിശ്ചയമായിട്ട് രണ്ടത്തനെയായുള്ള പ്രതിഫലം. ആമേൻ. പ്രത്യാശയുള്ള ബദ്ധന്മാർക്ക് ദൈവം ഇരട്ടി പ്രതിഫലം. ആമേൻ. ഈ ലോകത്തിൻ്റെ എല്ലാ അപമാന കെണികളിൽ നിന്ന് നിങ്ങൾ സഹിക്കുമെങ്കിൽ നിങ്ങൾക്കും രണ്ടത്തനെയായുള്ള ഫലം. ബൈബിൾ മൂടി വയ്ക്കാം, എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. 5 മിനിറ്റ് നമുക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. എല്ലാവരും എഴുന്നേറ്റാട്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ സഭയോട് നിങ്ങളോട് പറഞ്ഞത് മറക്കരുത്. നാളെയും ഇത് തന്നെ കേൾക്കാമെന്നല്ല, നാളെ നിങ്ങൾക്ക് മറ്റൊരു ദൂതായിരിക്കാം. ദൈവത്തോട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിന് ദൈവം ഒരിക്കലും 0 എന്ന ഒരു അനുഭവത്തിലേക്കല്ല നിനക്ക് ദൈവം ഇരട്ടി പ്രതിഫലം. ഒരു വചനം നമ്മൾ വായിക്കാൻ പറഞ്ഞ് നിങ്ങൾ വായിച്ചില്ല, അത് ഞാൻ ഓർത്തെടുക്കുന്നു. എബ്രയർ 6:14. ഞാൻ ഉന്നെ ആശീർവദിക്കവേ ആശീർവദിപ്പേ, ഞാൻ നിന്നെ ആശീർവദിച്ച്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച്, ഞാൻ നിന്നെ മാനിക്കൂ, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അവിടെയും അബ്രഹാമിനോടാണ് പറഞ്ഞത് 2 പ്രതിഫലം. ഹല്ലേലൂയ. അബ്രഹാമിന് ഇരട്ടി പ്രതിഫലം. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ മുന്നോട്ട് വന്ന അബ്രഹാമിന് ഇരട്ടി പ്രതിഫലം. ദൈവത്തിന് വേണ്ടി നിന്നത് മാത്രമല്ല, ചിലത് സഹിച്ച അബ്രഹാമിന് ഇരട്ടി പ്രതിഫലം. ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ കൂടിയിരിക്കുന്ന, ഈ ശബ്ദം കവനിക്കുന്ന സകല ദൈവമക്കൾക്കോ ദൈവമേ ഇരട്ടി പ്രതിഫലം വെച്ചിട്ടുണ്ടല്ലോ. ഈ 7 ദിവസത്തെ മീറ്റിംഗിൽ തീരുമ്പോൾ ഇവர்கள் സിംഗിളായിട്ടല്ല, ഇവர்கள் ഡബിളായി അനുഗ്രഹിക്കപ്പെടണം. ഇവர்கள் വർദ്ധിച്ച് പെരുകി വരണം. ഓ പ്രത്യാശയുള്ള ബദ്ധന്മാരെ, നിങ്ങൾ രക്ഷയുടെ കോട്ടയിലേക്ക്, നിങ്ങൾ സഭയുടെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. നിങ്ങൾ മടങ്ങി വരുവീൻ. പ്രത്യാശയുള്ള ദൈവമക്കളെ മടങ്ങി വരുവീൻ. കർത്താവിന് വേണ്ടി നിൽക്കാമെന്ന് ഉറപ്പുള്ളവർ മടങ്ങി വരുവീൻ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ മടങ്ങി വരുവീൻ. നിങ്ങൾക്ക് ദൈവം ഇരട്ടി പ്രതിഫലം തരും. ഓ ഹല്ലേലൂയ. വെക്കത്തുക്ക് പതലായി ഞാൻ നിനക്ക് ഇരട്ടി പ്രതിഫലം തരും. ഈ മേരിക്കത്തരവൗഷന്തുരി യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ഞാൻ ഈ ആലയത്തെയും ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ
ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്, ഇവരുടെ വിശ്വാസത്തിന് ഭംഗം വരരുത്, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരരുത്, ഇവർ കേട്ടിട്ടുള്ള ദൂതുകൾക്ക് ഭംഗം വരരുത്, ഇവരോടുള്ള ദൈവത്തിന്റെ ആലോചനകൾക്ക് ഭംഗം വരരുത്. ഇവർ ഇത്രയും കാലം ദൈവത്തിന് വേണ്ടി സഹിച്ച് നിന്നതുകൊണ്ട് ഇവർക്ക് ദൈവം ഭംഗം വരുത്തരുത്. വയ്യായ്മയിലും ദൈവത്തെ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവർ, ദൈവത്തിനായി സഭയെ ഏൽപ്പിച്ചു കൊടുത്തവർ 4 അല്ല അതിനപ്പുറം 40 അല്ല 400 പ്രാവശ്യം ആര് വിചാരിച്ചാലും അവയൊക്കെയും അബദ്ധമാക്കിക്കൊണ്ട് ഈ സഭയെ ദൈവം വിശാലമാക്കുവാൻ, ഈ സഭയെ വെളിച്ചമുള്ളതാക്കുവാൻ, ഈ സഭയിൽ ഈ 7 ദിവസവും മാത്രമല്ല ഈ സഭയിൽ കൂടെ പ്രാർത്ഥനകളുടെ ശബ്ദമുയരുവാൻ, ആരാധനയുടെ ശബ്ദമുയരുവാൻ, ഇവിടുത്തെ ദൈവമക്കൾക്ക് ഈ സഭ ഒരു ബെഥസ്ത കുളമാകുവാൻ എൻ്റെ അപ്പൻ ഇടയാക്കണമേ. അടുത്ത 2 കൊല്ലങ്ങളിൽ ഈ ദൈവദാസനെ ഇരട്ടിയായി അനുഗ്രഹിക്കണമേ. സഭകളുടെ എണ്ണങ്ങളിൽ വർദ്ധിപ്പിക്കണമേ, മിനിസ്ട്രികളുടെ എണ്ണങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഈ ദൈവദാസന് ആമേൻ ദൂരയാത്രകളുണ്ടല്ലോ, ഈ ദൈവദാസന് മിഷണറി യാത്രകളുണ്ടല്ലോ, ഈ ദൈവദാസന് വിടുതലിന്റെ യാത്രകളുണ്ടല്ലോ. ദൈവം ഈ കാലങ്ങളിൽ തൻ്റെ മകനെ കൈപിടിച്ച് നടത്തണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തന്നോട് ആർക്കും വെറുപ്പ് വരരുതേ, തന്നോട് ആർക്കും പക വരരുതേ, തന്നോട് ആർക്കും പോതും അല്ലെങ്കിൽ മതി എന്ന് പറയാൻ ഇട വരരുതേ. തൻ്റെ മകന്റെ പ്രാർത്ഥന ഇനിയും വേണോ, തൻ്റെ മകന്റെ ശുശ്രൂഷ ഇനിയും വേണോ, തൻ്റെ മകന്റെ പ്രസംഗം ഇനിയും കേൾക്കണോ. താനൊന്നെൻ്റെ വീട്ടിൽ വന്നെങ്കിൽ എൻ്റെ വിഷയമൊന്ന് പ്രാർത്ഥിക്കാൻ ഇത്തിരി ദൈവം അയച്ചെങ്കിൽ, എൻ്റെ കുട്ടികളുടെ നല്ല കാര്യം ഈ എൻ്റെ ദൈവദാസൻ എനിക്ക് നിന്ന് നടത്തി തന്നെങ്കിൽ ഹല്ലേലൂയ. ഒത്തിരി ഒരുപാട് ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങൾക്കായി നിറവേറുവാനുണ്ട് മക്കളെ, നിങ്ങൾക്കായി നിറവേറാനുണ്ട് മക്കളെ. ദൈവത്തിൻ്റെ ദാസനെ കൊണ്ട് ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മക്കളെ. ഈ കൂടി നിൽക്കുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ ജീവിച്ചിരുന്ന് ദൈവത്തിന് നന്മ കാണാൻ പോകുകയാണ് മക്കളെ. ഈ സഭകളെല്ലാം ആമേ നിറഞ്ഞ് കവിയാൻ പോകുകയാണ് മക്കളെ. യേശുവിന്റെ നാമത്തിൽ ഈ മിനിസ്ട്രിയെ ദൈവം മാനിക്കണമേ. ഈ ലൈവ് പ്രോഗ്രാം നടത്തുന്ന ദൈവദാസന്റെ മിനിസ്ട്രികളെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിൽ കൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു മുടിവ് വരട്ടെ. വീടില്ലാത്തവർക്ക് വീട്, ജോലിയില്ലാത്തവർക്ക് ജോലി, കുടുംബ ജീവിതത്തിന്റെ തകർച്ചയിൽ ഇരിക്കുന്നവർ ഒന്നു ചേരട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കട്ടെ. വീടിന്റെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. ഗവൺമെന്റ് ജോലികൾ ലഭിക്കട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. ഹല്ലേലൂയ. പിരിഞ്ഞ് ജീവിക്കുന്നവരൊക്കെ ഒന്നു ചേരട്ടെ അപ്പാ. ഈ ചെറിയ മിനിസ്ട്രിയെ ദൈവം വർദ്ധിപ്പിക്കണമേ. ഈ ചെറിയ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ. ഒരു കുറവുമില്ലാത്ത നന്മകൾ ഇവർക്ക് വേണ്ടി ദൈവം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തുടക്കനാളായ ആദ്യ ദിവസമായ ഈ സന്ധ്യാവേളയിൽ ഈ രാത്രി സമയത്ത് ദൈവം നൽകിയ വചനത്തെ ഇവർക്ക് 100% നിറവേറേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കഠിന രോഗത്താൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ സുഖമാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത, ഉറക്കമില്ലാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുതൽ അത് മാറിക്കിട്ടുവാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ വിടുതലുകളും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കരം പിടിച്ച് വിശ്വാസത്തോടെ ഈ വിടുതലുകൾക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. കരം പിടിച്ച് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ മുതൽ ഈ വിടുതലുകളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കുന്നു. ഇപ്പോൾ മുതൽ ഈ വിടുതലുകൾ നിന്റെ മക്കൾക്കായി ഞാൻ ഉറപ്പിക്കുന്നു. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവേ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവേ, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായവൻ, എൻ്റെ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. മനോവേദന ഫലശോധന മമ ജീവിത പാതയിൽ, ഓ മനോവേദന യേശുവിന്റെ നാമത്തിൽ ജീവിത പാതയിൽ മറനീറിടുമ്പോൾ ആത്മനാഥനവൻ പാർവിത്തായി ഞാൻ ആശ്വസിക്കോ. മറനീറിടുമ്പോൾ ആത്മനാഥനവൻ ആശ്വസിക്കോ. ദൈവകൃപയിൽ ഞാൻ Yeah.